ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് കിളികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഉള്ള ഒരുക്കത്തിലാണ്. വിനേട്ട ഒരുങ്ങുന്നതേ ഉള്ളൂ. എൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ചെയ്ത് കൂട്ടി വെച്ചു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങി. പുറത്തേക്ക് പോകുമ്പോൾ കളയാനായിട്ട് ഒരു കവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കിച്ചൺ വേസ്റ്റ് ആണ് കേട്ടോ. അത് പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടണം. ഇതിപ്പോൾ രാത്രി 7:30 മണിയൊക്കെ ആയിട്ടോ. കൂടുതലായും ഞങ്ങൾക്ക് രാത്രിയിലാണ് പുറത്തേക്ക് ഇറങ്ങാനാണ് കൂടുതൽ ടൈം കിട്ടാറ്. കാരണം ബിനേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 4-4:30 ആവും. ചിലപ്പോൾ ഓവർ ടൈം ഉണ്ടെങ്കിൽ അത് 7 മണി ആവും ചെയ്യും. അങ്ങനെ കൂടുതലും രാത്രിയിലാണ് അങ്ങനെ ഇറങ്ങാറ്. പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ബിനേട്ടന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലാണ് പകൽ രാവിലെയൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കിളികളെ ഇഷ്ടപ്പെടുന്നവർക്കും കിളികളെ വളർത്തുന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന്. ഞങ്ങളുടെ റൂമിൽ ഞങ്ങളൊരു 4 കിളീനെ വളർത്തുന്നുണ്ട് കേട്ടോ. ഫിഞ്ചസ് എന്ന് പറയുന്ന കിളികളാണ്. എനിക്കും എൻ്റെ പിന്നേട്ടനും കിളികളെ ഒരുപാട് ഇഷ്ടമാണ്. അവരെ നോക്കുന്നതും പരിപാലിക്കുന്നതും അവർക്ക് തീറ്റയും വെള്ളം വെച്ച് കൊടുക്കുന്നതും എല്ലാം ഒരുപാട് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ അവർക്കൊരു ബ്രീഡിംഗ് ബോക്സൊക്കെ തയ്യാറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അവരുടെ തീറ്റ കഴിയാറായിരിക്കണു. അത് കഴിയുന്നതിന് മുന്നേ അത് മേടിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മൊഹറക്കിലുള്ള ഒരു ബേർഡ് ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ബേർഡ്സ് ഷോപ്പിലെ കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് മൊഹറക്ക് സൂക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ വഴി മൊഹറക്ക് സൂക്കിലേക്കാണ്. നമുക്ക് ഈ നേരെ നടന്നാലാണ് നമുക്ക് പോകേണ്ട ഷോപ്പുള്ളത്. ഈ വഴി നടക്കുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാം കേട്ടോ. കൂടുതലായിട്ട് ഈ അബായാസിൻ്റെ ഷോപ്പുകളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണണത്. പിന്നെ ബാഗ്, ചെരുപ്പ് ഇവയുടെ ഷോപ്പുകളും ഒരുപാട് ഈ ഭാഗത്തുണ്ട്. എനിക്ക് പൊതുവേ രാത്രിയിലെ കാഴ്ചകൾ കാണാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ സൂക്കും കടകളും എല്ലാം സജീവമാകുന്നത് ഈ രാത്രി കാലങ്ങളിലാണ്. സൂക്കിലൊക്കെ രാത്രിയിലാണ് കൂടുതൽ പേരും വന്നു പോകുന്നത്. നല്ല തിരക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് എത്ര ലോങ് സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിന് എനിക്കൊരു ബോറടിയും തോന്നിയിട്ടില്ല കേട്ടോ. കാഴ്ചകൾ കണ്ട് വിനേട്ടനോട് സംസാരിച്ച് അങ്ങനെ നടക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കുറച്ചും കൂടി നടന്നാൽ ഞാൻ പറഞ്ഞ ഷോപ്പ് എത്തും കേട്ടോ. എത്തി. ഞാൻ പറഞ്ഞ ഷോപ്പ് ചെറിയൊരു ഷോപ്പാണിത്. ഞങ്ങളുടെ റൂമിലുള്ള ഫിഞ്ചസ് പറഞ്ഞ കിളികളെന്നെ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. ആദ്യം മേടിച്ചത് 2 കിളീനെ മാത്രമാണ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 കിളീനെയും കൂടി ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 4 കിളികളാണ് ഇപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ളത്. ഈ ബാസ്ക്കറ്റിലൊക്കെ ഇരിക്കുന്നത് കിളികൾക്കുള്ള തീറ്റയാണ് കേട്ടോ. ഓരോ കിളികൾക്കും ഓരോ ടൈപ്പ് തീറ്റകളാണ് കൊടുക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ ഫിഞ്ചസിന് കൊടുക്കുന്നത് തന്നെയാണ് ചാമ എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത്. ഒരുപാട് കിളികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ മേടിക്കുന്ന സമയത്ത് അധികം വെറൈറ്റീസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല വെറൈറ്റീസും പലതരത്തിലുള്ള കളറുള്ള കിളികളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ കിളികളെ കാണുമ്പോൾ എല്ലാം കൂടി മേടിക്കാനൊക്കെ തോന്നുന്നത്. ഇത്രയും ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കിളികളെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തല്ലേ? എനിക്ക് തോന്നുന്നു കിളികളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഫിഞ്ചസ് കേട്ടോ. ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇത് ആ ഫിഞ്ചസിൻ്റെ ഇനത്തിൽ പെട്ട ജാവ ഫിഞ്ചസ് എന്ന് പറയും. അതിൻ്റെ വേറൊരു കളറാണിത്. ചില കിളികൾക്കൊക്കെ അവിടെ ആപ്പിൾ മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വലിയ തത്തകൾക്കൊക്കെ ഈ സൺഫ്ലവർ സീഡ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അവരുടെ ഫുഡ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കിളിക്ക് പറ്റിയ ചാമ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കിളിക്കുട്ടന്മാരൊക്കെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫിഞ്ചസിനുള്ള തീറ്റയൊക്കെ മേടിച്ചു. ആ നീല കവറിലിരിക്കുന്നതാണ് ഞങ്ങൾ മേടിച്ചത്. ഒരു കവർ നിറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലത്തേക്ക് നമ്മൾ നോക്കണ്ടല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ വേറൊരു ഷോപ്പിൽ കയറി. ഗോൾഡൻ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്.
അവിടെ ഞങ്ങളൊരു ഇറാനി റൊട്ടി ഒരു വട്ടം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതൊരു പാക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത് കേട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ അവരുടെ ഷോപ്പ് തന്നെയാണ്. ഈ കുക്കീസുകളും ഒക്കെ ബിസ്ക്കറ്റ് കുക്കീസുകൾ ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് കയറി നോക്കി. കണ്ട കുറേ കുക്കീസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റും അങ്ങനെ ഓരോ ടൈപ്പ് സ്വീറ്റ്സുകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇറാനി റൊട്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയ അതൊരു പാക്കറ്റ്, ഒരു പാക്കറ്റിൽ ഒരു 7 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു 100 ഫിൽസാണ് ഒരു പാക്കറ്റിന്. അപ്പം ഞങ്ങളതൊരു 2 പാക്കറ്റ് മേടിച്ചു. ഇന്നത്തെ രാത്രിക്ക് കഴിക്കാനും പിന്നെ വിനാട്ടിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പാക്കറ്റ് ഞങ്ങൾ മേടിച്ചു കേട്ടോ. അവിടുന്ന് അതെല്ലാം മേടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ സൂക്ക് വഴിയാണ് റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. സൂക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സൂക്കിൽ തന്നെ ഒരു ബേഡ്സിനെ വെച്ചിട്ടുള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയും കൂടി നിങ്ങൾ കാണണം. ഈ സൂക്ക് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സൂക്കിലാണ്. റൂമിലിരുന്ന് ബോറടിക്കുന്ന നേരത്ത് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ നേരെ വരെ ഈ സൂക്കിലേക്കാണ്. അങ്ങനെ ഈ സൂക്കൊന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴേക്ക് അത്യാവശ്യം സമയമാവും. ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ കയറി കേട്ടോ. ഇവിടുന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാറുള്ളത്. സൂക്കിൽ വന്ന് ആദ്യം ഇവിടെ വന്ന് ചായ മേടിക്കും. അതിനുശേഷം ആ ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സൂക്കിലെ കാഴ്ചകൾ കണ്ട് നടക്കാറുള്ളത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇവിടേക്ക് അധികം സൂക്കിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. പതിവ് പോലെ ഞങ്ങൾ അവിടുന്ന് 2 ചായ മേടിച്ചു. ഇവിടുത്തെ നല്ല ചായയാണ് കേട്ടോ ഉണ്ടാവാറ്. അത് നല്ല ചായ തന്നെയായിരുന്നു. ഞങ്ങൾ അതിന് ശേഷം ചായ കുടിച്ച് വിനാട്ടിനോടൊന്ന് ക്യാമറയിലേക്ക് നോക്കാൻ പറയുകയാണ്. അങ്ങനെ ഈ ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തെത്തി. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹലോ.